സിനിമയിൽ താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമ്മൾ എന്നും കേൾക്കാറുണ്ട്. അത് ഇന്നൊന്നുമല്ലേ തുടങ്ങിയതല്ല. ഞാൻ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് പേപ്പർ അല്ല, ആക്ച്വലി ഇതൊരു മാഗസിൻ കട്ടിങ് കണ്ടു. അതായത് 95-ലെ അന്നത്തെ വെള്ളി നക്ഷത്രത്തിലോ ഏതിലോ ആ സമയത്തെ അന്നത്തെ താരങ്ങളുടെ റെമ്യൂണറേഷനെ കുറിച്ച്. ഇന്നിപ്പോൾ നമുക്കറിയാം കോടികളാണ്. ഒരുപാട് പേർക്ക് മലയാളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ 15 കോടി 20 കോടിയൊക്കെ ആണ് ലാലേട്ടൻ്റെ റെമ്യൂണറേഷൻ എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ പലവരുടെ റെമ്യൂണറേഷൻ കോടികളാണ്, അന്ന് ലക്ഷങ്ങളാണ്. പക്ഷെ അതിൽ തന്നെ കുറച്ച് രസകരമായിട്ടുള്ള റെമ്യൂണറേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഞാനതൊന്ന് പറയാം. നമുക്കറിയാം ഇന്നും എന്നും, അതായത് ഒരു 40 വർഷമായിട്ടും റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ നമ്പർ 1 നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. ഇത് 95-ലെ ഒരു മാഗസീനാണ്. അതിലന്ന് മോഹൻലാൽ 15 മുതൽ 20 ലക്ഷം, മമ്മൂട്ടി 15 ലക്ഷം. ഇപ്പോഴും ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഇവർ രണ്ടുപേരും തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞാൽ സുരേഷ് ഗോപി 12 ലക്ഷം. ഇത് കഴിഞ്ഞാൽ 4ാമത്തെ പൊസിഷൻ. അത് ആരാന്ന് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതവും. കാരണം നമ്മളെപ്പോഴും പറയുമ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, പിന്നെ ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു താരങ്ങളെക്കുറിച്ചുള്ള ഓരോ കാലഘട്ടത്തിലെ ജനറേഷനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മുടെ ജയറാമേട്ടൻ 5 മുതൽ 7 ലക്ഷമാണ് റെമ്യൂണറേഷൻ. അത് 5ാമത്തെ സ്ഥാനം. ജയറാമേട്ടൻ്റെ തൊട്ട് മുകളിൽ, അതായത് സുരേഷ് ഗോപിയുടെ തൊട്ടടിയിലുള്ള പൊസിഷൻ ബാബു ആൻ്റണിയാണ്. അതായത് 10 മുതൽ 12 ലക്ഷം. അതായത് ഏകദേശം സുരേഷ് ഗോപിയോളം തന്നെ റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു സ്റ്റാർ ആയിരുന്നു ബാബു ആൻ്റണി. എല്ലാ നായിൻ്റെ മക്കളോടും പറഞ്ഞേക്ക് ഞാൻ തിരിച്ചു വന്നു. ഈദ് മുബാറക്. അപ്പോൾ ഇതിൽ ജയറാമേട്ടൻ 5 മുതൽ 7 ലക്ഷം. അപ്പോൾ ടോപ്പ് 5 എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്: മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ബാബു ആൻ്റണി, ജയറാം. ഇത് കഴിഞ്ഞിട്ട് ഉള്ള താരങ്ങളുടെ പേര് ഞാൻ വായിക്കാം. ഖുഷ്ബു 5 ലക്ഷം, ശോഭന 2.5 ലക്ഷം, ജഗതി 2 ലക്ഷം, പ്രിയാരാമൻ 2 ലക്ഷം, തിലകൻ 1.5 ലക്ഷം, ഉർവശി 1.5 ലക്ഷം, രാജൻ പി ദേവ് 1.5 ലക്ഷം, നരേന്ദ്രപ്രസാദ് 1.25 ലക്ഷം, കവിയൂർ പൊന്നമ്മ 1 ലക്ഷം, ജഗദീഷ് 1 ലക്ഷം, ചിപ്പി 1 ലക്ഷം, പിന്നെ സിൽക്ക് സ്മിത ഒരു ഡാൻസിന് 1 ലക്ഷം. അപ്പോൾ അവരുടെ ഒരു സ്റ്റാർഡം ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ 1 ലക്ഷം. ഇത്രയാണ്. അതായത് 1 ലക്ഷം വരെ. അതായത് ഈ ലാലേട്ടൻ 20 ലക്ഷം മേടിക്കുന്നു. അപ്പോൾ 20 മുതൽ 1 ലക്ഷം വരെ. അതായത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇത് വെച്ചിട്ട് 1 ലക്ഷം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ റെമ്യൂണറേഷൻ വാങ്ങുന്ന താരങ്ങളുടെ ലിസ്റ്റാണ്. ബാക്കിയുള്ള താരങ്ങളൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ താഴെയായിരിക്കും. അപ്പോൾ എനിക്ക് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഇപ്പോൾ നമുക്കറിയാം ബാബു ആൻ്റണി ഭയങ്കര സ്റ്റാർ ആയിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ജയറാമേട്ടനെക്കാട്ടും റെമ്യൂണറേഷൻ വാങ്ങുന്ന ആ ഒരു ലെവലായിരുന്നു. അപ്പോൾ എനിക്ക് ബാബു ആൻ്റണിയുടെ ആ ഒരു സ്റ്റാർഡത്തെക്കുറിച്ച് പറയാനുള്ള 93 വരെയൊക്കെ ഏകദേശം വില്ലൻ റോളുകളും സൈഡ് റോളുകളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ആ ടൈമിലാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത്, ഒരു സോളോ ഹിറ്റ് എന്ന് പറയുന്ന നായകനായിട്ട് അത് ഭരണകൂടം, പിന്നെ ഗാന്ധാരി. ഇതിൽ ആദ്യം ഏതാ റിലീസായെന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. എന്നെക്കൊണ്ട് ഗാന്ധാരിയാണ്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധവി എന്ന് പറയുന്ന നടിയുടെ ഒരു തിരിച്ചുവരവായിരുന്നു. അവരാണ് അതിലൊരു മെയിൻ. പിന്നെ അവരുടെ ഒപ്പം ഉള്ള ഒരു ക്യാരക്ടറാണ് ബാബു ആൻ്റണി ചെയ്തിരിക്കുന്നത്. പിന്നെ ഭരണകൂടം, അത് കഴിഞ്ഞ് ചന്തയൊക്കെ ശരിക്കും അന്ന് സൂപ്പർ ഹിറ്റായിരുന്നു. പിന്നെ ദാദ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 94 ഓണം സീസണിലാണ് ഇറങ്ങിയത്. അന്ന് നമ്മുടെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയൊക്കെ മിന്നാരും സൈനിയൊക്കെ പോലത്തെ സിനിമകളുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ കളക്ട് ചെയ്ത സിനിമയായിരുന്നു ദാദ. പിന്നെ ഏകദേശം ഒരു 94 ഒരു ക്രിസ്മസ് സമയത്ത് കമ്പോളം, ബാബു ആൻ്റണിയുടെ. കമ്പോളത്തിൻ്റെ ഒപ്പം വേറെയും സൂപ്പർ സ്റ്റാർ സിനിമകളുണ്ടായിരുന്നു. പക്ഷെ കമ്പോളമൊക്കെ അന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇനീഷ്യൽ പുള്ളായിരുന്നു ബാബു ആൻ്റണിക്ക്. കാരണം അന്ന് വരെ മലയാള സിനിമ കാണാത്ത ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു നായകൻ, മുടിയൊക്കെ വളർത്തി അന്ന് എല്ലാവരും അന്നത്തെ ചെറുപ്പക്കാരൊക്കെ അനുകരിച്ചിരുന്ന ഒരു നടനായിരുന്നു ബാബു ആൻ്റണി. അപ്പോൾ ഈ ബാബു ആൻ്റണിയുടെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു, അതിനൊരു ബിസിനസ് ഉണ്ടായിരുന്നു. കാരണം സുരേഷ് ഗോപിക്ക് അന്ന് മലയാളത്തിലെ പോലെ തന്നെ തെലുങ്കിലും സുരേഷ് ഗോപിയുടെ സിനിമകൾ ഇവിടെ അത്ര ഓടിയില്ലെങ്കിൽ പോലും അത് തെലുങ്കിൽ ഡബ് ചെയ്ത് അന്ന് റിലീസ് ചെയ്തിരുന്നു. തെലുങ്കിൽ ഹിറ്റായിരുന്നു. ഇപ്പോൾ ചിരഞ്ജീവിയുടെ സിനിമ പോലെ തന്നെ കളക്ഷൻ നേടിയ സിനിമകളാണ്. അപ്പോൾ ഹൈവേ എന്ന് പറഞ്ഞ സിനിമയൊക്കെ സുരേഷ് ഗോപിയുടെ ഹൈദരാബാദൊക്കെ ഒരുപാട് കളക്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ്. എനിക്കൊണ്ട് അന്ന് 1 കോടിയൊക്കെ കളക്ഷൻ മുകളിൽ വന്നിട്ടുള്ള സിനിമയാണ് ഹൈവേ ഒക്കെ. അപ്പോൾ അതേ റെമ്യൂണറേഷൻ സുരേഷ് ഗോപിയെ പോലെ ഒരു തെലുങ്കിലും മലയാളത്തിലും മാർക്കറ്റുള്ള ഒരു നടൻ വാങ്ങുന്ന അതേ റെമ്യൂണറേഷൻ
തന്നെ വാങ്ങിയിരുന്ന നടനായിരുന്നു ബാബു ആൻ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു 92, 91, 93 മുതൽ എനിക്കൊരു 95 വരെ. ഇപ്പം 95-ലാണ് ബോക്സർ സിനിമ ഇറങ്ങുന്നത്. ബോക്സർ ഇറങ്ങുമ്പോഴും സുരേഷ് ഗോപി ഒരു സ്റ്റാറാണ്. പിന്നെ അറേബ്യ എന്ന് പറഞ്ഞൊരു സിനിമ മുതലാണ് ബാബു ആൻ്റി ഒരു പരാജയപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ഒരു 96 ആയപ്പോൾ ബാബു ആൻ്റി പയ്യെ എനിക്കൊന്ന് അഭിനയത്തിൽ നിന്നൊരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഒരു 3 വർഷവും 4 വർഷവും ശരിക്കൊരു സ്റ്റാറായി, ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് നിലനിന്ന ആളായിരുന്നു ബാബു ആൻ്റി. ഇതുപോലെയായിരുന്നു പണ്ട് നമ്മുടെ നടൻ ജയൻ ഒരു 77 വരെയൊക്കെ ചെറിയ വേഷമൊക്കെ ചെയ്ത് 78 ആ ടൈമിലാണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്ന ഒരു ഹീറോ ആയിട്ട്. പിന്നെ 78, 79, 80 ശരിക്കൊരു പീക്കിലെത്തിയപ്പോഴാണ് 1980-ലാണ് ഒരു പീക്ക് എത്തുന്നത് ജയൻ്റെ. ആ ഒരു 80 നവംബറിലാണ് ജയൻ മരിക്കുന്നത്, കോളിളക്കത്തിൻ്റെ ആ ഒരു സമയത്ത്. അപ്പോൾ ഒരു 3 വർഷം കൊണ്ട് ഇതേപോലെ തന്നെ അന്ന് പ്രേം നസീറിനോളം തന്നെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു നടനായിട്ടാണ് അന്ന് ജയൻ വളർന്നത്. അതേപോലെയായിരുന്നു ബാബു ആൻ്റി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെയൊക്കെ ലെവലിലോട്ടുള്ള സ്റ്റാറായിട്ട് വളർന്നു. പക്ഷേ ഇപ്പോഴും ബാബു ആൻ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ജനറേഷനും വളരെ എന്താ പറയുക ഒരു ആവേശമാണ്. ഇപ്പം നമ്മൾ RDXലൊക്കെ ഉണ്ട്. RDXലെ ഒരു സീനിലാണ് പുള്ളിക്കാർ അവസാനം ക്ലൈമാക്സിൽ വന്നിട്ട് ഒരു ആക്ഷൻ കാണിക്കുന്നത്. അത് തന്നെ കൈയടിച്ചതിൽ എല്ലാ ജനറേഷനും ഉണ്ട്.